ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീണ്ട ക്യൂ ആണ്. ഏകദേശം ഒരു 100-300 കൂടുതൽ ആളുകൾ, സ്ത്രീകളായിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബൂത്തിന് മുമ്പിൽ ക്യൂ ആയി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കൂപ്പൺ നൽകിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയവർക്കെല്ലാം വോട്ട് ചെയ്ത് പോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എപ്പോൾ ചെയ്ത് തീരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇപ്പോൾ തന്നെ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നവരാണ്. ഇനിയും രാത്രി വൈകി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. 1350 വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഇനിയും ഇത്രയും അധികം വോട്ടുകൾ ഇനി പോൾ ചെയ്യാനുണ്ട്. പോളിംഗ് വളരെ സാവധാനമായിരുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനിടെയാണ് ഇപ്പോൾ ബോധപൂർവം ഇവിടെ അങ്ങനെ ഒരു വൈകിപ്പിക്കൽ ഒരു രീതി നടക്കുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ 6 മണിക്ക് ആകുന്നതിന് മുമ്പ് തന്നെ ആളുകളെ ഗേറ്റ് പൂട്ടി എന്നുള്ളൊരു പരാതിയൊക്കെ UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർക്ക് വലിയ ഭൂരിപക്ഷം, തിരൂരിൽ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കുറുക്കോട് മൊയ്തീനെതിരെ ഇത്തവണ V. അബ്ദുറഹ്മാൻ മന്ത്രി തന്നെ താനൂർ ഉപേക്ഷിച്ച് തിരൂരിലെത്തി അങ്ങനെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അങ്ങനെ ആ രീതിയിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഈ ഓരോ വോട്ടും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് അത് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പുതിയ വോട്ടർമാർ ഒക്കെ ഉണ്ട്. ആദ്യ വോട്ടാണോ? രണ്ടാമത്തെ വോട്ടാണ്. എത്ര നേരം കാത്തു നിൽക്കുന്നു? ഞങ്ങൾ 3 മണിക്ക് വന്നിട്ടുണ്ട്. ഇനി എത്ര സമയം നിൽക്കണം? 9 മണിയാവുന്ന പറയുന്നത്. ടോക്കൺ കിട്ടിയോ? നമ്പർ എത്രയാണ്? 122. ഓക്കെ. എത്ര വെയിറ്റ് ചെയ്താലും ചെയ്തേ പോകുള്ളൂ? അതെ, ചെയ്തിട്ട് തന്നെ പോകും. പണിയൊക്കെ കഴിഞ്ഞ് വന്നാണോ? പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാണോ? വീട്ടിൽ 3 മണിക്ക് വന്നിട്ടുണ്ട്. വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മള് 3 മണിന്റെ മുന്നേ വന്നിട്ടുണ്ട്. എന്താ പറയുന്നേ? എന്താ പറയണത്, ചെയ്യാതെ പോവില്ല. ഈ സമാധാനമായി പ്രതികരിക്കുന്നവരുണ്ട്, പക്ഷെ ഈ കാത്തുനിൽപ്പ് വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്താ കൊല്ലം വോട്ട് ചെയ്യലൊക്കെ ഈ പഴയ മെഷീനിൽ തന്നെ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഈ നരകിക്കൽ തന്നെ ഉണ്ടാകല്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ ആകാത്ത മെഷീൻ തന്നെ ഇവിടെ കൊണ്ടുവരുന്നു. കടായ മെഷീൻ കൊണ്ടുവരുന്നു. ഞങ്ങൾ ചെയ്യാൻ വോട്ടൊന്നും കാണലുമില്ല. ആ രീതിയിലാണ് പലതരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ബൂത്തിൽ അങ്ങനെ ഒരു പരാതി കൊല്ലം കേടായ വിഷയം തന്നെ കൊണ്ടുവരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ കാത്തു നിന്ന് അതെ കാണുമൊന്നുമില്ല എന്നാ പറയുന്നത്. എന്താണ് അങ്ങനെ ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിവിഷയം അക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ചെയ്ത വോട്ട് കാണാതെ പോയി എന്നുള്ളതൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നതിന്റെ പരിഭവം പറയുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം 3 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ വന്ന് കാത്തിരിക്കുന്ന ആളുകളാണ്. കുറേ നേരം കാത്തിരിക്കുന്നു. പിന്നെ അടുത്ത പരിമിതമായ ബെഞ്ചുകളുണ്ട്, അവിടെ ഇരിക്കുന്നു. അങ്ങനെ എത്ര ഇരുന്നും കാത്തിരുന്നും അവസാനം ടോക്കൺ കയ്യിൽ വെച്ച് ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാത്തിരുന്ന് വോട്ട് ചെയ്ത് പോകും എന്നുള്ള തീരുമാനത്തിലാണ് അവരുള്ളത്. പക്ഷേ എപ്പോൾ ചെയ്തു തീരും അവസാന വോട്ടർമാരും? ഇപ്പോൾ ഇതിനകത്തുള്ള കോമ്പൗണ്ടിനകത്തുള്ള 350-400ഓളം പേരുണ്ട്. അവർക്കൊക്കെ എപ്പോൾ അവസാന വോട്ടർമാർക്കും ചെയ്തു തീരും എന്നുള്ളതാണ്. അത് അല്പം സമയം എടുത്തേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് UDF പ്രവർത്തകർ ഇപ്പോൾ ഈ രീതിയിൽ 6 മണിക്ക് മുമ്പ് ഗേറ്റ് പൂട്ടി എന്നൊക്കെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഗുരുതരമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമോ? കാരണം ഇത്രയും സൂക്ഷ്മതയോടെ ഇത്രയും ശ്രദ്ധയോടെ ഒക്കെ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സെക്കൻഡ് മുമ്പ് പോലും ഇപ്പം നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ കറക്റ്റ് അല്ലേ 6 മണി നമ്മുടെ ക്ലോക്കിലായതിന് പിന്നാലെയാണ് ഗേറ്റ് പൂട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ നേരത്തെ പൂട്ടാനൊക്കെ സാധ്യത ഉണ്ടോ? അങ്ങനെയാണ് ശരി. അത് തിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സമയമുണ്ടെങ്കിൽ ഇവിടെ ഡിലേ ആയിട്ടുണ്ടല്ലോ. 1.5 മണിക്കൂർ ഈ ബൂത്തിലും 1.5 മണിക്കൂറും ആ ബൂത്തിലും ഡിലേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്തു നിന്നാണ് അപാകത ഉണ്ടായിട്ടുള്ളത്. ഈ ഡിലേ വന്നതുകൊണ്ട് നിങ്ങൾ ഗേറ്റ് പൂട്ടാനുള്ള സമയം കുറച്ചങ്ങോട്ട് നൽകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, ഒരു 1/2 മണിക്കൂർ ഞങ്ങൾക്ക് തന്നാൽ മതി. ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന പേഷ്യന്റ്, രോഗികൾ, ഗുളിക കുടിക്കാൻ പോയവരും തല കറങ്ങി വീണവരൊക്കെ ഞങ്ങൾ റിട്ടേൺ കൊണ്ടുപോവാണ് ചെയ്തത്. ഇവിടെ ഡിലേ ആയതിന്റെ കാരണത്തിൽ ആ രോഗികൾ റിട്ടേൺ വന്നപ്പോഴാണ് ഇവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത്. അവരൊക്കെ ഗേറ്റ് പുറത്തായി പോയി. 10-35ഓളം വോട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതായിരിക്കുകയാണ്. 1226ഓളം വോട്ടുള്ള ഒരു ബൂത്തിൽ ഇത്രയേറെ ഡിലേ വന്നത് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല.